സ്മാർട്ട് റോഡ് വിഷയത്തിൽ CPM സംസ്ഥാന സെക്രട്ടറിയിൽ വിശദീകരണം ചോദിച്ചെന്ന പ്രചാരണം തെറ്റാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറയുന്നു. എന്ത് അസത്യവും പ്രചരിപ്പിക്കാമെന്ന നിലയായിരിക്കുന്നു. തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് തനിക്കെതിരെ വരുന്ന നെഗറ്റീവ് വാർത്തകളുടെ എണ്ണം കാര്യമായി കൂടാനും സാധ്യതയുണ്ടെന്ന് മുഹമ്മദ് റിയാസ് പ്രവചിക്കുന്നു. 24 ബ്രേക്കിംഗ്. ഞാൻ ആ യോഗത്തിൽ പൂർണ്ണമായിട്ട് പങ്കെടുത്താണ്. ആ യോഗത്തിൽ എവിടെയും അത്തരത്തിലൊരു ചർച്ച പോലും നടന്നിട്ടില്ല. പാർട്ടി സെക്രട്ടറിയും അത് അസംബന്ധമാണ് എന്ന് പറഞ്ഞ് ശക്തമായി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഏതും പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അത് പ്രചരിപ്പിക്കുന്നവർക്ക് അതിലൊരു നല്ല ഒരു ആത്മസംതൃപ്തി കിട്ടുകയാണെങ്കിൽ അത് ഉണ്ടായിക്കോട്ടെ. പക്ഷെ അതൊന്നും നമ്മളെ ബാധിക്കുന്ന പ്രശ്നമല്ല. ഏൽപ്പിച്ച ഉത്തരവാദിത്വം അതെന്താണോ അത് നിർവഹിച്ച് പോവുക. ഇപ്പോൾ ഡെയിലി ഒരു 3 നെഗറ്റീവ് വാർത്തയാണെങ്കിൽ അതൊരു 10, 15, 20 മാറും. ആ നിലയിലേക്കുള്ള രീതി ഉണ്ടാവും. അതിലൊരു ഭയവും ഇല്ല. തിരുവനന്തപുരത്ത് ശ്രീജിത്ത് മോർണിംഗ് ഷോയിൽ ചേരുന്നു. ശ്രീജിത്ത്, യഥാർത്ഥത്തിൽ ഈ നെഗറ്റീവ് വാർത്തകൾ കൂടുതൽ പ്രചരിക്കുന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ ആക്ഷേപം. മാത്രമല്ല, ഈ തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് കൂടുതൽ അത്തരം മോശമാക്കാനുള്ള വാർത്തകൾ കൂടും എന്ന പ്രതീക്ഷയും അദ്ദേഹത്തിനുണ്ടോ? SKN, ഗുഡ് മോർണിംഗ്. ഈ മന്ത്രി മുഹമ്മദ് റിയാസിനെ ലക്ഷ്യമിട്ട് നിരവധി രാഷ്ട്രീയ ആക്രമണങ്ങൾ, വിമർശനങ്ങൾ മറ്റും വരുന്നുണ്ട്. അതിൽ പിന്നിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം തിരിച്ചറിഞ്ഞുകൊണ്ടുള്ള പ്രതികരണമാണ് താൻ നടത്തുന്നതെന്നാണ് ഇപ്പോൾ മുഹമ്മദ് റിയാസ് പറഞ്ഞത്. പാർട്ടി ഏൽപ്പിച്ച ചുമതലകൾ ഭംഗിയായി നിർവഹിക്കുക എന്നതാണ് തൻ്റെ ഉത്തരവാദിത്വം. ആ ഉത്തരവാദിത്വം നിർവഹിക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് താൻ നടത്തുന്ന പ്രതികരണങ്ങൾ. അത് ദേശീയപാത വിഷയത്തിലാണെങ്കിലും മറ്റ് പൊതു രാഷ്ട്രീയ വിഷയങ്ങളാണെങ്കിലും അത്തരം പ്രതികരണങ്ങളാണ് നടത്തിപ്പോരുന്നത്. എന്നാൽ CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ തന്നെയോട് വിശദീകരണം ചോദിച്ച തരത്തിലുള്ള ചില പ്രകടനം നടക്കുന്നു. ഇതൊക്കെ തീർത്തും അസത്യമായ കാര്യമാണ്. ഇത്തരം പ്രകടനം നടത്തുന്നവർക്ക് അതുകൊണ്ടൊരു സന്തോഷം ലഭിക്കുന്നുണ്ടെങ്കിൽ അത് ലഭിച്ചോട്ടെ. എന്നാൽ സംഗതി വാസ്തവമല്ല എന്നാണ് മുഖ്യമന്ത്രി റിയാസ് ചൂണ്ടിക്കാണിക്കുന്നത്. ഈ നേരത്തെ തന്നെ ഈ റിയാസുമായി ബന്ധപ്പെട്ട് വരുന്ന നിരവധി ഇത്തരത്തിലുള്ള നെഗറ്റീവ് വാർത്തകളുടെ കാര്യത്തിൽ അദ്ദേഹം പ്രതികരണം നടത്തിയിരുന്നു. ഇപ്പോൾ തെരഞ്ഞെടുപ്പ് വർഷമായതുകൊണ്ട് തന്നെ ലക്ഷ്യം വെച്ച് ഇനിയും വരുന്ന വാർത്തകളുടെ എണ്ണം കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടൊന്നും ഭയന്ന് പിന്മാറുന്ന പ്രശ്നമില്ല. താൻ ഏൽപ്പിച്ച ഉത്തരവാദിത്തങ്ങളുമായി മുന്നോട്ട് പോകും എന്നാണ് മുഹമ്മദ് റിയാസ് ഇപ്പോൾ പ്രതികരിക്കുന്നത്. ശ്രീജിത്താണ് വിവരങ്ങൾ നൽകിയത്.